മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഗുരുതരമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ഫിലാഡൽഫിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബൈഡന് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രോസ്റ്റേറ്റിൽ ഒരു ചെറിയ മുഴ കണ്ടെത്തുകയും കൂടുതൽ ടെസ്റ്റുകൾ നടത്തുകയുമായിരുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, തുള്ളിയായി പോവുക, രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കേണ്ടി വരിക എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ചിലപ്പോൾ മൂത്രത്തിൽ രക്തവും കണ്ടേക്കാം. സാധാരണ പ്രോസ്റ്റേറ്റ് വീക്കത്തിനും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ബയോപ്സിയിലൂടെയും PSA ടെസ്റ്റിലൂടെയുമാണ് ഇത് തിരിച്ചറിയുന്നത്. ബൈഡന്റെ ക്യാൻസർ എല്ലുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് കെല്ലി സ്കള്ളി പറഞ്ഞു. ഇത് അഡ്വാൻസ്ഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസുകളിൽ സാധാരണമാണ്. രോഗത്തിന്റെ തീവ്രത അളക്കുന്ന ഗ്ലീസൺ സ്കോർ 9 ആണെന്നും ഇത് വേഗത്തിൽ പടരുന്ന അപകടകരവുമായ ക്യാൻസർ ആണെന്നും അവർ കൂട്ടിച്ചേർത്തു. രോഗം കൂടുതൽ തീവ്ര സ്വഭാവമുള്ളതാണെങ്കിലും ക്യാൻസർ ഹോർമോൺ സെൻസിറ്റീവ് ആണെന്നത് ആശ്വാസകരമാണ്. ഇത് ഫലപ്രദമായ ചികിത്സയ്ക്ക് വഴിയൊരുക്കുന്നു എന്നും സ്കള്ളി പറഞ്ഞു. ബൈഡനും കുടുംബവും ഡോക്ടർമാരുമായി ചികിത്സാ സാധ്യതകൾ ചർച്ച ചെയ്തു വരികയാണ്. ഹോർമോൺ തെറാപ്പി, കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ ചികിത്സാ രീതികളാണ് സാധാരണയായി പരിഗണിക്കാറ്. ക്യാൻസർ ബൈഡന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഏറെ വേദനകൾ നൽകിയ ഒന്നാണ്. 2015 അദ്ദേഹത്തിന്റെ മകൻ ബ്യൂ ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ക്യാൻസർ മൂൺഷോട്ട് എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകി. ക്യാൻസർ ഗവേഷണത്തിന് വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു.